സർവശക്തനും മഹാകാരുണ്യവാനും താൻ മാത്രം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമായ അദൃശ്യനും സർവവ്യാപിയുമായ പരിശുദ്ധ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നമ്മെ പരിപാലിച്ച് ഇത്രത്തോളം വഴി നടത്തി ഇതുവരെയും നമ്മളെ കൊണ്ടുവന്ന തൃപ്പാദത്തിൽ നമ്മളെ തന്നെ വീണ്ടും അർപ്പിക്കുന്നു. തുടർന്ന് നടത്തുവാൻ അവിടുന്ന് ശക്തനാകിയാൽ ബലമുള്ള തൃക്കരത്തിൽ നമ്മെ ഫലമേൽപ്പിക്കുകയും ചെയ്യാം. നടത്തിയ വഴികൾക്കെല്ലാമായി സ്തുതി. മുൻപോട്ടുള്ള പ്രയാണത്തിലും അന്ത്യത്തോളം വാക്ക് പറഞ്ഞ ദൈവം കൂടിയിരുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി അതെല്ലാം നിവർത്തിച്ച് നമ്മെ എത്തിക്കുവാൻ അവിടുന്ന് പ്രാപ്തനാണ്. നമ്മെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ സർവശക്തിക്ക് കഴിയും എന്നുള്ളതിനാൽ നമ്മെ തന്നെ അതിനായി വിധേയപ്പെടുത്തുവാൻ നമ്മുടെ തിരുവചന പഠനങ്ങളെല്ലാം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നല്ല ആലോചനകളും ബലവും കൃപയും സാന്നിധ്യവും എല്ലാം തന്ന് പിതാവാം ദൈവം ആത്മനിറവാൽ നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ കോറിയിട്ട് വെച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ഉള്ളതായ ആ ചരിത്രം ഒരധ്യായത്തിൽ അതിൻ്റെ ആവശ്യമായിരിക്കുന്ന വിശദാംശങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അർപ്പിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ദൈവ സൃഷ്ടിയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ച 104 ശേഷം ആ ഒരു ജനതയെ മുഴുവൻ ദൈവം പ്രകാരം നടത്തി എന്നുള്ള വിവരണം ഇവിടെ കാണുകയാണ്. അത് എല്ലാവർക്കുമുള്ള ഒരു പാഠമാണ്. ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് തന്നെ അബ്രഹാമിനെ തിരഞ്ഞെടുക്കുമ്പോൾ പറയുന്നത് നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണമെന്നാണ്. ഓൾ നേഷൻസ്, അത് എല്ലാ ജാതികളും അനുഗ്രഹിക്കപ്പെടണമെന്നാണ് അവരെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി. കർത്താവ് യേശുക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കുകയാണ്. നാം ക്രിസ്മസിൻ്റെ നാളുകളിൽ അവിടെ പറയുന്നുണ്ട്, സകല ജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഹോൾ ബീയിങ്, എല്ലാ ജനത്തിനും, ഹോൾ എർത്ത്, എല്ലാ ലോകത്തിനുമുള്ള സർവ്വലോകത്തിനുമുള്ള മഹാസന്തോഷം, ഗ്രേറ്റ് ജോയ്. അലകൾ, ടൈഡിങ്സ് ഓഫ് ജോയ് എന്ന് പറയും. അലകൾ, സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ തിരകൾ, അത് മനുഷ്യ ജീവിതത്തിലേക്ക്, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം ക്രിസ്മസിൻ്റെ ഇതുപോലെ ആഘോഷമായി മാറാതെ അതൊരനുഭവമായി അവർക്കും ആയി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇന്ന് 105 സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തെ വന്നിരിക്കുകയാണ്. ഏകദേശം 9ഓളം ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് അത് പൂർത്തീകരിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിൻ്റെ 36 വരെയുള്ള വാക്കുകൾ നമ്മൾ ചിന്തിച്ചു. ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അവർക്ക് 10 ബാധകൾ ഇവിടെ വരുന്നുണ്ട്. അതെല്ലാം ഓരോ ശിക്ഷയാണ്. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മിസ്രയീമിലുള്ള ശിക്ഷയാണ്. ആദ്യം ഇരുളയച്ചത് അവരുടെ ദൈവത്തെ തന്നെ, ഒസിറീസ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അവരുടെ ദൈവത്തെ, ഇരുളിൻ്റെ ദൈവത്തെ, വെളിച്ചത്തിൻ്റെ, അതാണ് ദൈവം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫറവോൻ തന്നെയാണ് അവരുടെ ദൈവം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ മേൽ തന്നെ ആദ്യം ന്യായവിധി നടത്തി. തുടർന്ന് ഓരോന്നും അവരുടെ ദൈവങ്ങളെന്ന് പറഞ്ഞിരുന്നതും അവർ ആരാധിച്ചതും പൂജിച്ചതുമായ എല്ലാറ്റിന്മേലും ദൈവത്തിൻ്റെ കരം വരികയും ഒടുവിൽ അവർ ചെയ്തത് തന്നെ അവർക്ക് മടക്കി ലഭിക്കുകയും ചെയ്തു. വിതച്ചത് അവർ കൊയ്തു. എന്താണ്? ഇസ്രായേലിലെ കുഞ്ഞുങ്ങളെല്ലാം, ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നതിന് പകരം അവരുടെ ആദിജാതന്മാരെല്ലാം അവർക്ക് നഷ്ടമാകുകയാണ്. ഒരു ദൈവനീതിയാണത്, ദൈവത്തിൻ്റെ നീതി, ജസ്റ്റിസ്. തുടർന്ന് നമ്മൾ കാണുകയാണ് അങ്ങനെ അവരെ വിടുവിക്കുമ്പോൾ എങ്ങനെയാണ് അവരെ കൊണ്ടുവന്നതെന്നാണ് തുടർന്നുള്ള വിവരണങ്ങളിൽ കാണുന്നത്. 37 വാക്യം. അതിൽ അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രങ്ങൾ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അവർ പുറപ്പെട്ടപ്പോൾ മിസ്രയീം സന്തോഷിച്ചു. അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു. അവർ തണലിനായി ഒരു മേഘം വിരിച്ചു, രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. അവർ ചോദിച്ചപ്പോൾ അവൻ കാടകളെ കൊടുത്തു. സ്വർഗീയ ഭോജനം കൊണ്ടും അവർക്ക് തൃപ്തി വരുത്തി. അവൻ പാറയെ പിളർന്നു, വെള്ളം ചാടി പുറപ്പെട്ടു. അത് ഉണങ്ങിയ നിലത്തുകൂടി നദിയായി ഒഴുകി. അവൻ തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു. അവൻ തൻ്റെ ജനത്തെ സന്തോഷത്തോടും താൻ തെരഞ്ഞെടുത്തവരെ ഘോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു. അവർ തൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തൻ്റെ ന്യായപ്രമാണങ്ങൾ ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു. അവർ വംശങ്ങളുടെ അധ്വാനഫലം കൈവശമാക്കുകയും ചെയ്തു. യഹോവയെ സ്തുതിക്കുവിൻ.
ദൈവത്തെ സ്തുതിക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആഹ്വാനത്തോടെ ഈ സങ്കീർത്തനം അവസാനിക്കുകയാണ്. ആരംഭവും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹോവയെ സ്തുതിക്കുവിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവിൻ എന്ന് പറയുന്നത്. ആരംഭവും അവസാനവും ദൈവസ്തുതിയോടുകൂടി തുടങ്ങുന്നതും പൂർത്തീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ അത് ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്നുണ്ട്, മോശെ മുഖാന്തരം പറയുകയാണ്, നിങ്ങളുടെ വെള്ളിയെല്ലാം കൊള്ളയിടണമെന്ന്. കാരണം ഇവരുടെ അധ്വാന ഫലമാണ് അവർ ഇവരെ അടിമകളാക്കി അവർ അധ്വാനിച്ച, ഈ ഇസ്രായേൽ ജനം അധ്വാനിച്ച അധ്വാനത്തിൻ്റെ ഫലമാണ് അവർ സമ്പന്നരാകുവാനും എല്ലാം കാരണമായി തീർന്നത്. അപ്പോൾ ഇവർക്ക് അവകാശപ്പെട്ടതാണ് അത്. ഇവർ പോകണമെന്ന് നിർബന്ധം പിടിക്കും. കാരണം ഈ ബാധയൊക്കെ തട്ടിയപ്പോൾ എല്ലാവരും ഫറവോനും പറഞ്ഞു ഒരു വിട്ടയക്കാൻ തീരുമാനിക്കും. കാരണം അവർക്ക് സർവ്വനാശം വരുമെന്ന് അവർക്ക് മനസ്സിലായി. ഇവരെയുള്ള പേടി അവർക്ക് വന്നു. അതുകൊണ്ട് ഇവരെങ്ങനെയെങ്കിലും പോയാൽ മതി, ആദ്യം പോകരുത്. ജനം വർദ്ധിച്ച് ഇവർ തങ്ങളെ വിട്ടുപോകുമെന്ന് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. വിട്ടുപോകുമെന്ന് പേടിച്ചാണ് ഇവരെ ശിക്ഷിക്കാനും അടിമവേലമൊക്കെ നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ ശിക്ഷകൾ, ദൈവത്തിൻ്റെ ശിക്ഷകൾ, ന്യായവിധികൾ കണ്ടപ്പോൾ അയ്യോ ഇവിടെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഓരോരുത്തരും പറഞ്ഞയക്കുക. അപ്പോൾ പോകണമെങ്കിൽ അവർക്ക് വെള്ളി വേണം, അവർക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം കൊള്ളയിടുകയാണ്. കൊള്ളയിടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവകാശപ്പെട്ടതാണത്. അവർ ചോദിക്കുകയാണ്. ഉടനെ അവരെല്ലാം ഊരിക്കൊടുക്കുകയാണ്, ആഭരണങ്ങളും എല്ലാം. അങ്ങനെ ബഹുസമ്പത്തോടു കൂടിയാണ് അവർ മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. അവരുടെ തന്നെയാണ്, അവർ അവകാശപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അവരുടെ കൂലിയാണത്, അവരുടെ അവകാശമാണത്. അത് ദൈവം അവർക്കത് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. പിന്നെ ഈ വെള്ളിയും പൊന്നും എന്തിനാണ്? ഇസ്രായേൽ ജനത്തിന് പിന്നീട് നമ്മൾ കാണുന്നത് ദേവാലയ നിർമ്മാണത്തിനല്ല, സമാഗമന കൂടാരത്തിൻ്റെ ഓരോ പണികൾക്ക് വേണ്ടി സ്ത്രീകളെല്ലാം ഇത് കൊണ്ടുവരികയാണ്. എന്നാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ശത്രു എന്ത് ചെയ്തു? അതിനെ കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കാൻ അവർക്ക് തോന്നിക്കുകയാണ്. അത് നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. പക്ഷെ അവർ ശത്രുവിൻ്റെ ദുരാലോചനയ്ക്ക് കീഴ്പ്പെട്ട് ആ കാളക്കുട്ടി ഉണ്ടാക്കാൻ ആ പൊന്ന് ഉപയോഗിക്കുക. അതെല്ലാം ദൈവം നശിപ്പിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു നല്ലതിന് വേണ്ടിയാണ് എല്ലാം നമുക്ക് തരുന്നത്. സമൃദ്ധി ഉണ്ടായാലും സമ്പത്തുണ്ടായാലും എല്ലാം അത് നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം. അത് ധൂർത്തിനും ആർഭാടത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഹേളനത്തിനും മറ്റുള്ളവരതിനൊക്കെ ഇടയായി തീർന്നാൽ അത് നാശത്തിലേക്കേ പോകത്തുള്ളൂ. സമ്പത്ത് അതിൽ തന്നെ അനുഗ്രഹമാണെങ്കിൽ അത് അനേകരുടെ നാശത്തിന് കാരണമായി തീരുക. ചിലർ സ്വരൂപിച്ചു വെക്കും, തലമുറകളിലേക്കുള്ളത് സ്വരൂപിച്ചു വെക്കും. പക്ഷേ പിൻതലമുറ വരും തലമുറ മുഴുവൻ അത് നശിപ്പിച്ചു കളയാണ്. അതുകൊണ്ട് സമ്പത്തിൻ്റെ ദുർവിനിയോഗം, അതായത് പണമെന്ന് പറയുന്ന ഒരു നല്ല ദാസന്, ഗുഡ് സെർവൻ നോട്ട് എ ഗുഡ് ബോസ് എന്ന് പറയും. യജമാനനാകരുത്, പണം നമ്മളുടെ യജമാനാകരുത്. അതാണ് സകല ഒരു വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചത് പണമല്ല. അപ്പം അപ്പോസ്തലന്മാർക്ക് തലയിൽ ചുമന്നോട്ടല്ല നടന്നത്. അനേകരുടെ തലയിൽ പണമാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. സമ്പന്നനാകണമെന്ന് തലയിൽ കയറിയിരിക്കുക. അതിനുവേണ്ടിയാണ് അവൻ്റെ മുഴുവൻ ചെലവിടുന്നത്. പക്ഷേ ഒന്ന് നേടിയാലും തൃപ്തി വരുന്നില്ല. മനുഷ്യന് എന്തുകൊണ്ടാണ് തൃപ്തി വരുന്നത്? ഒരു ചിന്ത കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കും. മറ്റൊന്നും ആവശ്യം നിർവഹിക്കപ്പെടുകയില്ല. ഭക്ഷണം മാത്രം നമ്മൾ കുറച്ച് മതി, തൃപ്തിയായി, പിന്നെ അവന് വേണ്ട, കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ വേറെ എന്ത് കൊടുത്തു നോക്ക്, അവൻ വേണ്ടാന്ന് പറയത്തില്ല. എല്ലാം പണം കൊടുത്താൽ തൃപ്തി വരുമില്ല. വസ്ത്രമോ തുണിയോ ഡ്രസ്സസോ അവൻ കൊടുത്തു നോക്കിയ അതൊന്നും അവന് തൃപ്തി വരത്തില്ല. അങ്ങനെ സുരുക്കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഇത് വരും അവിടെ പറയുകയാണ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ളതല്ല, അത് ഇന്ന് വിനിയോഗം, അതാണ് ഗുഡ് സെർവൻ്റ് എന്ന് പറയുന്നത്. പണം ഒരു ദാസനായിരിക്കണം, അതിന് നമ്മൾ ദാസരാകരുത്. ദാസരായ നമ്മുടെ കണ്ണുകുരുടാകും, നമുക്കറിയത്തില്ല. പിന്നെ ഇങ്ങനെ അവരുടെ തുടർന്ന് പറയുകയാണ്, അവരുടെ ഗോത്രങ്ങൾ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ അത് സംഭവിച്ചെന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. അതായത് ഇവർ ഭക്ഷിച്ചതായ ആ പെസഹ കുഞ്ഞാടിനെ ഇവർ ഭക്ഷിച്ചില്ലേ, ആ പെസഹ കുഞ്ഞാടിൻ്റെ ബലമാണ് അവർക്ക് ഈ 40 വർഷവും വരെയും സൗഖ്യവും അനുഗ്രഹവുമായി ഇവരിൽ ഉണ്ടായിരുന്നു. പെസഹ കുഞ്ഞാടിൻ്റെ പിന്നെ പെസഹ അറക്കുമ്പോഴെല്ലാം അവർക്ക് ആ ഒരു അനുഗ്രഹം, അത് ബലമാണെന്നാണ് പറയുന്നത്. ശക്തരായി മാറ്റുകയാണ്. സ്വർഗീയ ഭോജനം എന്നൊക്കെ പറയുമ്പോൾ അറുക്കപ്പെട്ട കുട്ടിയുടെ രക്തം അവർക്ക് പുറത്തുള്ള പ്രൊട്ടക്ഷൻ ആണെങ്കിൽ അവർക്ക് ഈ കുഞ്ഞാടിനെ ഭക്ഷിച്ചത് അവർക്ക് ആന്തരിക ബലമാണ്. പുറത്തെ സംരക്ഷണമുണ്ട്, അകത്തെ ആന്തരിക ബലവും ശക്തിയുമാണ്.
അവിടെ ഒരു ബലഹീനം ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അവർക്ക് കാരണം ഈ മരുഭൂമിയിൽ പിന്നെ അവർക്ക് അവിടെ എന്തില്ല, ആശുപത്രികളില്ല, അവിടെ ഡിസ്പെൻസറീസ് ഇല്ല, അവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് സൗഖ്യം വേണം. അപ്പോൾ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ബലത്തോടുകൂടെ, സമ്പത്തോടുകൂടി പുറപ്പെടുവിച്ചു, ബലത്തോടുകൂടി പുറപ്പെടുവിക്കുകയാണ് ദൈവം. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനം ഉണ്ടായിരുന്നില്ല. അവർ പുറപ്പെട്ടപ്പോൾ മിസ്രയീം സന്തോഷിച്ച് അവരുടെ പേടി അവരുടെ മേൽ കൊണ്ടിരുന്നു. അപ്പോൾ മിസ്രയീമർക്ക് സന്തോഷമായി, എങ്ങനെയെങ്കിലും ഈ കൂട്ടരുന്ന് പോയാൽ മതി എന്ന് വിചാരിച്ച് അവർ വിടാതിരുന്ന ഫറവോൻ പോലും ഒരു യാത്ര അയക്കുകയാണ്. അതാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും. മനുഷ്യദൃഷ്ടിയിൽ എത്തുമായിക്കൊള്ളട്ടെ അസാധ്യമെന്ന് നമ്മൾ പറഞ്ഞാലും ഒരിക്കലും അത് അസാധ്യമെന്ന് നമ്മൾ പറയരുത്. നമുക്കസാധ്യം, മനുഷ്യർക്ക് അസാധ്യം, ആ വാക്യം നമുക്ക് ഉച്ചരിക്കാം. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യമല്ലോ. നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിനും ദൈവത്തിന് കഴിയും എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു വിശ്വാസം നമ്മൾ ഭരിക്കണം. ആ ഒരു വിശ്വാസമാണ് നമ്മളെ മുൻപോട്ട് നമ്മൾ നയിക്കേണ്ടത്. നമ്മുടെ സ്വന്തം ശക്തിയോ സ്വന്തം ബലത്തിലോ അല്ല. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവനത് നിർവഹിക്കുമെന്നുള്ള ആ ബലം. പൗലോസ് കർത്താവ് പറയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ഫുൾഫിൽ ചെയ്യുക, നിറയ്ക്കുക ദൈവം. ബലഹീനതമേ ദൈവത്തിൻ്റെ ബലം പകരുക. അതുകൊണ്ട് നമുക്ക് എന്ത് ന്യൂനതകളുണ്ടെങ്കിലും അത് ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാനുള്ള ഒരു മുഖാന്തരമായി നമ്മളത് കാണണം. ആ കുറവ് എൻ്റെ ജീവിതത്തിലുള്ളത് ദൈവത്തിൻ്റെ നിറവ് അനുഭവിക്കാൻ വേണ്ടിയാണ്. ഓരോ കുറവുകളും ദൈവത്തിൻ്റെ നിറവിനായുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അത് മനോഹരമാകും. എന്നാൽ ഒരു ലോകമനുഷ്യൻ അങ്ങനെയില്ല. അവൻ ആ കുറവുകളെ അതിനെ അവൻ പരിതപിച്ചുകൊണ്ട് നടക്കുകയും അതിനെ കുറ്റപ്പെടുത്തുകയും പെറുപെറുക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ആ കുറവുകൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാനുള്ള മുഖാന്തരങ്ങളാക്കി അത് മാറുകയാണ്. നമുക്കത് അനുഭവിക്കാൻ പറ്റും. ദൈവം നമ്മളെ നിറയ്ക്കുന്നതുമല്ല. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഒരുത്തർക്കും ഒരു ന്യൂനതയെക്കുറിച്ചും ദൈവത്തെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഹെലൻ കെല്ലർ എന്ന് പറയുന്ന അന്ധയായിരുന്നു ആ കവിയത്രി എന്ന് പറയുന്നത്. എത്ര മനോഹരമായ പാട്ടുകളാണ് എഴുതിയിരിക്കുന്നത് ഹെലൻ കെല്ലർ. അതുപോലെ ഫാനി ജെ ക്രോസ്മി എന്ന് പറയുന്നത് ക്രിസ്തീയ ഗാന ഇതിൽ എത്രമാത്രം ഗീതങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് പാട്ടും പ്രശംസയും, ദിസ് ഈസ് മൈ സ്റ്റോറി, ദിസ് ഈസ് മൈ സോങ് എന്നൊക്കെ പറയുന്ന പാട്ടൊക്കെ എത്ര അത്ഭുതകരമായിട്ട്. അവർ കാണത്തില്ലായിരുന്നു, അവർ കണ്ണുകാഴ്ചയില്ലായിരുന്നു, പക്ഷെ അവരുടെ ജീവിതം ധന്യമായില്ലേ. അതുകൊണ്ട് ഏതൊരു ന്യൂനതയും ദൈവത്തിങ്കിലേക്ക് അർപ്പണം അർപ്പിക്കുമ്പോൾ ധന്യമാകുകയാണ്. അവർക്ക് പിന്നെ അവർക്ക് പരിതാപമില്ല. യുക്തിവാദികൾ നിരീശ്വരവാൾ ചിന്തിക്കും ദൈവം അതിനെ അങ്ങനെ സൃഷ്ടിച്ചെന്ന്. ഒരു മെൻ്റലി റിട്ടയർഡ് അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ കൂടുതൽ ദൈവാശ്രയവും എല്ലാം അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഒരു ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടും കാണാൻ പറ്റും. അവർക്കൊക്കെ അതിശയമാണ് അവരുടെ തങ്ങളുടെ ജീവിതത്തിൽ. അവർക്കെല്ലാം നോക്കി അങ്ങനെയുള്ള ആ ദുർബലരായ ജീവിതങ്ങൾ നമ്മൾ പറയുന്നവരുടെ ജീവിതത്തിലും എക്സ്ട്രാ ഓർഡിനറി ചില കരിക്കുലർ ആക്ടിവിറ്റീസ് അവരുടെ ജീവിതത്തിൽ കാണും. എന്തെങ്കിലും സവിശേഷമായ ഒരു അനുഗ്രഹങ്ങൾ ദൈവം അവർക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. അതവരുടെ ജീവിതത്തെ സവിശേഷമാക്കും. നമ്മൾ ചിന്തിച്ചാൽ, പരിശോധിച്ചാൽ, പഠിച്ചാൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് കുറവുകളെ നിറവുകളാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് നമ്മൾ തന്നെ അർപ്പണം ചെയ്യാം. സ്നേഹവാനായ ദൈവമേ, ഇസ്രായേൽ ജനത്തെ തങ്ങളുടെ അടിമവേല നിമിത്തമുള്ള നിലവിളി കേട്ട് അവരെ രക്ഷിപ്പാൻ മോശെ അയച്ചതുപോലെ ഞങ്ങളുടെ വീണ്ടെടുപ്പിനായ പുത്രനെ അയച്ചതിൻ്റെ ആ ജനനത്തിൻ്റെ ഓർക്കുന്നതായ ഈ നാളുകളിൽ കർത്താവെ, അവിടുന്ന് നിർവഹിച്ച ആ രക്ഷണ്യവേലയെ ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ വിടുർത്തി അവിടുത്തെ അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ക്രൂശിലെ മഹാസ്നേഹത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ബലഹീനതകളെ ചുമന്ന് ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ച അവിടുത്തെ ക്രൂശിലെ യാഗത്തിനായി സ്തുതിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടെ അവിടുത്തെ തിരുരക്തത്തെ ഞങ്ങളെ വീണ്ടെടുക്കുകയും ഞങ്ങളെ വിലയെടുത്ത് വാങ്ങുകയും ഞങ്ങളെ നടത്തുകയും ചെയ്യുവാൻ അവിടുന്ന് ശക്തനായിരിക്കാൻ നേതൃത്വം ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെല്ലാം നിറവുകളാക്കണമേ, തിരുനാമത്വപ്പെടുത്തണമേ. സകലവും തിരുനാമത്വപ്പെടുത്തണം തന്നെ. ആമേൻ. പോലും മറവായിരിക്കാത്തോന്നി ഇരുളും വെളിച്ചവും ഒരു പോലെയാ. എനിക്കെതിരായി ഒരു വായിലും ആയുധമൊന്നുമേ ഫലിച്ചിടാതെ നീ സർവശക്തിയാ